ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ അവിയലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓണത്തിന് സദ്യ വിളമ്പുമ്പം അതിൻ്റെ കൂടെ ഇത് ഉണ്ടാക്കി വിളമ്പാം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ വെജിറ്റബിളും ഉണ്ട്. ചേന, ചേമ്പ്, മത്തങ്ങ, ഉരുളൻകിഴങ്ങ്, വഴുതനങ്ങ, അങ്ങനെ എല്ലാ വെജിറ്റബിളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ അവിയലാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടുന്നത് ഒരു മുരിങ്ങയ്ക്ക, രണ്ട് നീളത്തിൽ കട്ട് ചെയ്ത പച്ചമുളക്, പിന്നെ അതിൻ്റെ സ്പെഷ്യലായിട്ട് ഇടുന്നത് ഒരു തക്കാളി. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പം നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇനി അടച്ചു വയ്ക്കുക. എന്നിട്ട് സ്റ്റൗ ഓണാക്കി വേവിച്ചെടുക്കുക. നമുക്കിനി ഇതിൻ്റെ കൂടെ ഞാൻ കടലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം തിളച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ ഈ തക്കാളി ചേർത്തത് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് തക്കാളി. ചിലവർ തക്കാളി ഇടാതെ ലാസ്റ്റ് തൈര് ഇടാറുണ്ട്. ഞാൻ തൈര് ഇവിടെ ഇടുന്നില്ല. ഞാൻ തക്കാളിയാണ് ഇവിടെ ഇടുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ് കേട്ടോ. ഞാൻ അടച്ചു വയ്ക്കുകയാണ്. ഇനി അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ ഇത്രയും കരിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇവിടെ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അവിയലിന് മുളക് പൊടി ആരും ചേർക്കാറില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ മുളക് പൊടി ചേർക്കാറില്ല. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതേ രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കഷ്ണങ്ങളൊരു 3/4 വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇതിൻ്റെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കിടന്ന് അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കടല വേവിച്ചാണ് കേട്ടോ. ഇത് കുതിർത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നിങ്ങളൊന്ന് ഓണത്തിന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് അവിയൽ. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കടുക് വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. കുറച്ച് കറിവേപ്പില, അവിയലിന് കറിവേപ്പില കൂടുതലിടുന്നത് വളരെ നല്ലതാണ്. ഞാനൊരു ശകലം ഉപ്പും കൂടി ഇടുകയാണ്. ഇനി നല്ലതുപോലെ യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റുന്നുണ്ട്. നല്ല നെയ്യുടെ മണമുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ ചെയ്യുക. വീണ്ടും ഒരു വ്യത്യസ്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.